ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഡെയിലി ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ, ലേണിനോ എന്നുള്ള ചാനൽ എന്ന് പറയുന്നത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏവരും കാത്തിരുന്ന ഒരു ജോബ് വാക്കൻസി ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ജോബ്സിനെ കുറിച്ചിട്ടാണ്. അതിലിപ്പോൾ തപാൽ വകുപ്പിൽ 21,413 വാക്കൻസീസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കേരള സർക്കിളിൽ മാത്രം 1,385 ഒഴിവാണുള്ളത്. യോഗ്യത എന്താണ്? 10ാം ക്ലാസ്സാണ്. അപ്പോൾ കേന്ദ്ര തപാൽ വകുപ്പിൽ 21,413 ഗ്രാമീൺ ഡാക് സേവക ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് വിഭാഗങ്ങളിലാണ് അവസരം. മാർച്ച് 3 വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റും. കേരളം, ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, നോർത്ത് ഈസ്റ്റേൺ, ഒഡീഷ, പഞ്ചാബ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന സർക്കിളുകളാണ് ഒഴിവുള്ളത്. അങ്ങനെയാണ് 21,413 ഒഴിവുകൾ വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ 1,385 ഒഴിവും കേരള സർക്കിളിലാണ് വരുന്നത്. ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന കേരള സർക്കിളിലാണ് 1,385 ഒഴിവുകൾ വരുന്നത്. ഇനി കേരളത്തിലെ സംവരണം തിരിച്ചുള്ള ഒഴിവുകളുടെ പട്ടിക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ സംവരണം തിരിച്ചുള്ള ഒഴിവുകൾ UR 740, OBC 292, SC 124, ST 20, EWS 158, PWD-A 9, PWD-B 21 vacancies, PWD-C 19 vacancies, PWD-DE 2 vacancies. അങ്ങനെയാണ് ടോട്ടൽ 1,385 വാക്കൻസീസ് വരുന്നത്. ഓക്കെ, ഇനി കേരള സർക്കിളുകളിലെ ഒഴിവുകൾ ഏതൊക്കെയാണ്, എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആലപ്പുഴയിലുണ്ട്, ആലുവയിലുണ്ട്, കോഴിക്കോട്, കണ്ണൂര്, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇടുക്കി, ഇരിങ്ങാലക്കുട, കാസർഗോഡ്, കോട്ടയം, ലക്ഷദ്വീപ്, മഞ്ചേരി, മാവേലിക്കര, ഒറ്റപ്പാലം, പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, തലശ്ശേരി, തിരൂർ, തിരുവല്ല, തൃശൂർ, വടകര ഡിവിഷനുകളിലാണ് കേരള സർക്കിളിലെ ഒഴിവുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് https indiapost.gdsonline.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതിന്റെ യോഗ്യത 10ാം ക്ലാസ് തന്നെയാണ്. പക്ഷെ 10ാം ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാദേശിക ഭാഷ എന്നാണ് മലയാളം അല്ലെ. കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്ക് മലയാളമാണ് പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത്. സൈക്കിൾ ചവിട്ടാൻ അറിയണം എന്നുള്ളതൊരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. ഏജ് ലിമിറ്റ് 18 to 40 ആണ്. ബാക്കിയുള്ളവർക്ക് SC 5, OBC 3, ഭിന്നശേഷിക്കാർക്ക് 10 വർഷം വീതം ഉയർന്ന പ്രായത്തിൽ ഇളവുണ്ട്. EWS വിഭാഗത്തിന് ഇളവില്ല കേട്ടോ. ശമ്പളം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് 12,000 തൊട്ട് 29,380 രൂപ വരെയാണ്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് എത്രയാണ്? 10,000 തൊട്ട് 24,470. ഡാക് സേവകം അത് തന്നെയാണ്. ഫീസ് 100 രൂപയാണ്. സ്ത്രീകൾ, പട്ടികവിഭാഗം, ഭിന്നശേഷിക്കാർ, ട്രാൻസ് വുമൺ എന്നിവർക്ക് ഫീസ് ഇല്ല. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇതിന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. യോഗ്യരായവരെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? https indiapost.gdsonline.gov.in മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി 1 time രജിസ്ട്രേഷൻ ആദ്യം നടത്തണം. തുടർന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. .jpg അല്ലെങ്കിൽ .jpeg ഫോർമാറ്റിൽ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോ 50 KB, ഒപ്പ് 20 KB സൈസിൽ കൂടരുത് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കീ ഡീറ്റെയിൽസ് അബൌട്ട് ദ റിക്രൂട്ട്മെന്റ് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ടോട്ടൽ വാക്കൻസീസ് 21,413 അല്ലെ, 21,413. ഏതൊക്കെ പോസ്റ്റുകളാണ്? GDS, BPM, ABPM. GDS എന്ന് പറയുമ്പോൾ ഗ്രാമീൺ ഡാക് സേവക്, BPM എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. ആപ്ലിക്കേഷൻ മെത്തേഡ് എന്താണ്? വെബ്സൈറ്റ് എന്താണ്? https indiapost.gdsonline.gov.in. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? ഇതിൽ
ഈ വെബ്സൈറ്റിൽ കയറുക, മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോട്ടോയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോ എന്ന് പറയുന്നത് 50 KB, ഒപ്പ് 20 KB സൈസിൽ നിന്ന് കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ് എലിജിബിലിറ്റി എന്താണ്? 10th പാസ്സാണ്. കേരള സർക്കിളിൽ മാത്രം 1385 ഒഴിവുകളാണുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്താണ്? മാർച്ച് 3 മറക്കരുത്. സോ നമുക്ക് ഇത്ര കാര്യങ്ങളാണ് പോസ്റ്റ് ഓഫീസിലെ വാക്കൻസീസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.